നമസ്കാരം. 2023 ജൂൺ ജൂലൈ മാസങ്ങൾ മരിച്ചാലും മറക്കാൻ പറ്റാത്ത ദിവസങ്ങളായിരുന്നു. അന്നായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന പിണറായിയുടെ നിർദ്ദേശപ്രകാരം ഓപ്പറേഷൻ മറുനാടൻ പ്രഖ്യാപിക്കപ്പെട്ടത്. PV അൻവറും P ശശിയും MR അജിത് കുമാറുമൊക്കെ ഒരുമിച്ച് സംയുക്തമായി മറുനാടനെ വേട്ടയാടാൻ ആരംഭിച്ചു. വളരെയേറെ മീറ്റിങ്ങുകളും ചർച്ചകളും നടത്തി പഴുതുകളൊന്നുമില്ലാതെ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച മറുനാടനെ പൂട്ടാനായിരുന്നു ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. MR അജിത് കുമാറിന്റെ കുബുദ്ധിയിൽ നന്നായി കഠിനാധ്വാനം ചെയ്ത് രൂപം കൊടുത്തതുകൊണ്ട് കുന്നത്തുനാട് MLA PV ശ്രീനിജന്റെ പരാതിയിൽ എടുത്ത കേസിൽ സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും ജാമ്യം നിഷേധിക്കപ്പെടുന്നു. അറസ്റ്റ് ഒഴിവാക്കാൻ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒളിവിൽ പോയിരുന്നു. കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്ന ആഴ്ച അതിസങ്കീർണമായിരുന്നു. സുപ്രീം കോടതി നീതി നിഷേധിക്കില്ല, ജാമ്യം ലഭിക്കും എന്ന പൂർണ്ണ വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടായിരുന്നപ്പോഴും അഥവാ സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചാൽ എന്തു ചെയ്യും എന്ന ഒരു ചോദ്യം വേട്ടയാടിക്കൊണ്ടിരുന്നു. മുമ്പിലുള്ള ഏക വഴി കോടതിയിൽ പോയി കീഴടങ്ങി ജയിലിലാവുക മാത്രമാണ്. പോലീസിന് കീഴടങ്ങാതെ കോടതിയിൽ ഹാജരായി നിയമവ്യവസ്ഥയ്ക്ക് കീഴടങ്ങാൻ തീരുമാനിച്ചിരുന്നു. ഒരു കേസിൽ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചാൽ പിന്നെ ഇതല്ലാതെ മറ്റു വഴിയൊന്നുമില്ല. അതെത്ര ശക്തനാണെങ്കിലും പിന്നെ ജയിൽവാസം മാത്രമാണ് വിധി. പക്ഷെ എന്നിട്ടും അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ ഡോക്ടർ MK റാം ഒരു മണിക്കൂർ പോലും ജയിലിലാവാതെ പുറത്തിറങ്ങി കൈയും വീശി നടന്നു. നെയ്യാറ്റിൻകരക്കാരനായ നിതിൻ രാജ് എന്ന ദളിത് വിദ്യാർത്ഥി ജീവനൊടുക്കിയത് അധ്യാപകനായ റാമിൻ്റെ പീഡനം കൊണ്ടാണ് എന്ന് ഉറപ്പായതോടെ റാമിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നു. 10 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ് ആത്മഹത്യാ പ്രേരണ. സാക്ഷാൽ PP ദിവ്യ പിണറായി വിജയൻ ഭരിച്ചിരുന്നപ്പോൾ ജയിലിലായത് ഈ വകുപ്പിൽ കുടുങ്ങിയാണ്. ഇത് തിരിച്ചറിഞ്ഞ ഡോക്ടർ റാം മുങ്ങുന്നു. സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുക്കുന്നു, ജാമ്യം നിഷേധിക്കുന്നു. ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുക്കുന്നു, നിഷേധിക്കുന്നു. സുപ്രീം കോടതിയും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജാമ്യം നിഷേധിച്ചു. ഈ 3 ജാമ്യാപേക്ഷകളും നിഷേധിക്കപ്പെട്ടപ്പോൾ ഏതാണ്ട് 3 മാസം സമയമെടുത്തു. റാമിനെ പിടികൂടാൻ കേരള പോലീസിന് കഴിഞ്ഞില്ല. റാം അത്രയും വിദഗ്ധനായ കള്ളനായതുകൊണ്ടല്ല, കേരള പോലീസിന് ചില താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് റാമിനെ പിടികൂടാതിരുന്നത് എന്ന് അന്നേ വ്യക്തമായിരുന്നു. അതുകൊണ്ടാണ് കേരളത്തെ സ്തംഭിപ്പിച്ച ഒരു അക്രമ ഹർത്താൽ പോലും അതിൻ്റെ പേരിൽ ഉണ്ടായത്. പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ കേരളത്തിൽ നടത്തിയ ഹർത്താൽ നമുക്ക് മറക്കാൻ കഴിയില്ല. അത്രയും ശക്തമായ പ്രതിഷേധമുണ്ടായിട്ടും പോലീസ് അനങ്ങിയേയില്ല. ഇതിനിടയിൽ സർക്കാർ മാറി, പുതിയ സർക്കാർ ചുമതലയേറ്റിട്ടും റാമിൻ്റെ കാര്യത്തിൽ ചെറുവിരൽ അനക്കിയില്ല. ഒടുവിൽ അനിവാര്യമായ സുപ്രീം കോടതി വിധി വരുന്നു. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് സുപ്രീം കോടതിയും മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നു. സാധാരണഗതിക്ക് ജീവപര്യന്തം തടവ് കിട്ടുന്നതടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ കേസുകളിലും സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുന്നതാണ്. ഇവിടെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചില്ല എന്നതുപോലും ഞെട്ടിക്കുന്നതാണ്. റാം കർക്കശക്കാരനാണെങ്കിലും ജാതി വിളിച്ചധിക്ഷേപിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്ന് പിന്നീട് വ്യക്തമായത് റാം തന്നെ ഒരു ദളിതനാണ് എന്ന് വ്യക്തമായപ്പോഴാണ്. പക്ഷെ സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചാൽ പിന്നെ റാമിന് മുമ്പിൽ വഴി ജയിൽ മാത്രം. റാമിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കും എന്ന് തന്നെയാണ് എല്ലാവരും കണക്കാക്കിയത്. കുടകിൽ നിന്നും മിനിഞ്ഞാന്ന് രാത്രിയിൽ റാമിനെ പോലീസ് പിടിക്കുന്നു. ഇന്നലെ രാവിലെ കണ്ണൂരിലെത്തിക്കുന്നു. വൈകുന്നേരത്തോടെ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കുന്നു. തലശ്ശേരി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ റാമിൻ്റെ അഭിഭാഷകൻ കോടതിയോട് പറയുന്നു, നോട്ടീസ് നൽകുക എന്ന നടപടിക്രമം പാലിക്കാതാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന്. ആ ഒരൊറ്റ നടപടിക്രമ വീഴ്ച കൊണ്ട് കോടതി റാമിന് ജാമ്യം അനുവദിക്കുന്നു. നോക്കുക, സുപ്രീം കോടതി വരെ പോയി പോരാടിയിട്ടും ജാമ്യം നിഷേധിക്കാതെ മാസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ വ്യക്തിക്ക് നേരെ കോടതിയിൽ നിന്നും കൈയും വീശി പുറത്തേക്കിറങ്ങാൻ സാഹചര്യം ഒരുങ്ങുന്നു. അതെങ്ങനെ ഒരുങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കേരള പോലീസിന് അറിയില്ലേ ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നോട്ടീസ് കൊടുക്കണമെന്ന് BNS-ൽ വകുപ്പുണ്ടെന്ന്? കഴിഞ്ഞ 4 മാസമായിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നോട്ടീസ് ഇതുവരെ കൊടുക്കാതിരുന്നത്? ഞാൻ ഒളിവിൽ പോയ സമയത്ത് എത്രയോ നോട്ടീസുകൾ ഓഫീസിൽ കൊണ്ടുതരുന്നു, ഇമെയിലായി അയക്കുന്നു. എന്തുകൊണ്ടാണ് റാമിന് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ നിയമം ലംഘിച്ച് അറസ്റ്റ് ചെയ്തത്? കഴിഞ്ഞ 3-4 മാസം റാമിനെ സംരക്ഷിച്ചത് പോലീസ് തന്നെയായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും ജാമ്യം കിട്ടാൻ സാഹചര്യമൊരുക്കാൻ വേണ്ടി ബോധപൂർവം റാമിന് നോട്ടീസ് കൊടുക്കാതിരുന്നത്. എന്നിട്ട് ഇന്നലെ എന്തെല്ലാം നാടകങ്ങളാണ് പോലീസ് കോടതിയിൽ ഒപ്പിച്ചത്. ജാമ്യം കിട്ടി പുറത്തേക്കിറങ്ങിയ റാം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അയാളുടെ ഭാര്യയും ബന്ധുക്കളും
കൈപിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ്. റാമിന്റെ ഭാര്യ ഡോക്ടർ ദിൽനയാണ് റാമിനെ പിടിച്ചുകൊണ്ട് പോയത്. അതിനിടയിൽ കുറെ നേരത്തിന് ശേഷം ദിൽനയുടെ സഹോദരി കാറിക്കൂവി മാധ്യമപ്രവർത്തകരുടെ അടുത്തേക്ക് ഓടി വരുന്നു. എന്നിട്ട് അവർ പറയുന്നു, ഡോക്ടർ റാമിനെ പോലീസ് ഒരു വാഹനത്തിൽ പിടിച്ചു കയറ്റിക്കൊണ്ടുപോയെന്ന്. മാധ്യമപ്രവർത്തകർ കൊതിച്ചെത്തുന്നു. റാമിന്റെ ഭാര്യ പൊട്ടിക്കരയുന്നു. മാധ്യമങ്ങളോടും അവിടെ കൂടി നിന്നവരോടും സഹായം യാചിക്കുന്നു. തന്റെ ഭർത്താവിനെ കൊണ്ടുവരുന്നത് വരെ താൻ ഇവിടെ കുത്തിയിരിക്കുമെന്ന് പറഞ്ഞ് കോടതിയുടെ മുമ്പിൽ കുത്തിയിരിക്കുന്നു. കോടതി ജീവനക്കാർ സ്ഥലത്തെത്തുന്നു. ഏറെ വൈകാതെ ഒരു ഡിവൈഎസ്പി എത്തി ഡോക്ടർ ദിൽനയോടും ബന്ധുക്കളോടും വണ്ടിയിൽ കയറാൻ പറയുന്നു. ദിൽന നിഷേധിക്കുന്നു. ബാക്കിയുള്ളവർ പോകുന്നു. കുറെ കഴിഞ്ഞ് അവരെ കൊണ്ട് തിരിച്ചുവിടുന്നു. പോലീസിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങൾ നോട്ടീസ് കൊടുത്തത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. ഏറെ വൈകാതെ റാം വീട്ടിൽ തിരിച്ചെത്തുന്നു. എന്തായാലും 3.5 മാസത്തെ ജയിൽവാസത്തിന് ശേഷം റാം കയ്യും വീശി വീട്ടിലെത്തി സുഖമായി കിടന്നുറങ്ങുന്നു. ഡോക്ടർ റാം കുറ്റക്കാരനാണോ അല്ലയോ എന്ന് പറയാൻ ഞാൻ ആളല്ല. ഇതുവരെ ഡോക്ടർ റാം ചെയ്ത കുറ്റകൃത്യത്തിന്റെ തെളിവുകൾ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നിധിൻ രാജിന്റെ മരണത്തിന്റെ ഉത്തരവാദി ഡോക്ടർ റാം ആണ് എന്ന് പറഞ്ഞ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ, ആ കൊലയാളി അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇവിടെ ഹർത്താൽ പോലും നടക്കുമ്പോൾ പോലീസ് കാണിക്കേണ്ട ജാഗ്രത അവർ കാണിച്ചിട്ടില്ല. ബോധപൂർവം റാമിനെ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞ 3 മാസവും ഒത്തുകളിച്ച പോലീസ് സുപ്രീം കോടതി ജാമ്യം തള്ളിയിട്ടും റാമിനെ രക്ഷിക്കാൻ വേണ്ടി ബോധപൂർവം നടപടിക്രമങ്ങൾ പാലിക്കാതെ അറസ്റ്റ് ചെയ്തു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി പൊട്ടിത്തെറിച്ചെന്നും വിശദീകരണം തേടി എന്നുമൊക്കെ കേൾക്കുന്നുണ്ട്. ഇത്തരം ഒരുപാട് പൊട്ടിത്തെറിക്കലും വിശദീകരണം തേടലുമൊക്കെ നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തിയപ്പോൾ അവർക്ക് വേണ്ട കാവലൊരുക്കാതെ അവരെ വേട്ടപ്പട്ടിയെ പോലെ ഉപദ്രവിക്കാൻ CPM ഗുണ്ടകൾക്ക് അവസരമൊരുക്കി കൊടുത്തത് ഇതേ പോലീസാണ്. അന്നും ചില വിശദീകരണങ്ങൾ തേടിയിരുന്നു. ഇതിനപ്പുറത്തേക്ക് ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. പിണറായി നറുക്കിട്ടെടുത്ത് വെച്ച DGP ആ പദവിയിൽ തുടരുമ്പോൾ, പിണറായിയുടെ അവശിഷ്ടങ്ങളായവർ തന്നെ ചീഫ് സെക്രട്ടറിയായും ആഭ്യന്തര സെക്രട്ടറിയായും ഒക്കെ തുടരുമ്പോൾ കേരളത്തിൽ ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കും. VD സതീശൻ സർക്കാർ നാറാൻ പോകുന്നത് അവർ പറഞ്ഞാൽ കേൾക്കാത്ത ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തെ കൊണ്ടാണ്. കഴിഞ്ഞ 10 വർഷം ക്രിമിനലുകൾക്ക് ഓശാന പാടിയ കേരള പോലീസ് ആ സ്വഭാവത്തിൽ നിന്നും ഒട്ടും പിന്നോട്ട് പോകുന്നില്ല. ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും അടിയന്തരമായി പോലീസിനെ നന്നാക്കിയില്ലെങ്കിൽ എത്ര ശ്രമിച്ചാലും ഒരു ഗുണവുമില്ലാതാകും.